നമ്മൾ വീഡിയോയിൽ പറയുന്നത് കോമ്പാക്ട് SUV ആയിട്ടുള്ള എക്സ്റ്ററിനെ പറ്റിയാണ്. ഞാൻ ഈ എക്സ്റ്റർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിരുന്നു. ആ വാഹനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു കാറിലേക്ക് ഫീലാണ് നൽകിയതെങ്കിലും ഈ വാഹനം ഒരുപാട് സാധ്യതകൾ, അതായത് നമ്മുടെ റഫ് റോഡിലും അതുപോലെ തന്നെ നല്ല റോഡുകളിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഹൈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. നല്ലൊരു സ്മൂത്ത് ഡ്രൈവ് തന്നൊരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വാഹനത്തിന്റെ ബേസ് മോഡലും അതുപോലെ ബേസ് AMDയുടെ കാര്യങ്ങളാണ് പറയുന്നത്. വിലയിലേക്ക് വരാം. അതിന് മുന്നേ ആയിട്ട് ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് 391 ലിറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിന് 3830 mm ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ വിടുത്ത് ഏകദേശം 1723. അതുപോലെ ഹൈറ്റ്, നല്ല ഹൈറ്റ് ഉള്ള വാഹനമാണ്. ഏകദേശം 1643 mm ഹൈറ്റ് ഉണ്ട്. ഏകദേശം വാഗണാറിന്റെ ഒക്കെ ഹൈറ്റ് വരുന്ന ഒരു വാഹനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ബേസ് മോഡൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6,90,000 രൂപയ്ക്ക് ഇതിന്റെ ബേസ് മോഡൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ബേസ് ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 8,20,000 രൂപയ്ക്ക് AMD നിങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടിയുള്ള AMD നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ കാറിന്റെ തന്നെ CNG മോഡലാണ് വേണ്ടതെങ്കിൽ ഓട്ടോമാറ്റിക്കിന്റെ അതേ പ്രൈസിൽ 8,20,000 രൂപയ്ക്ക് CNG മാനുവൽ വേരിയന്റ് കിട്ടും. അപ്പൊ ഈ ഒരു വാഹനം വരുന്നത് 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ്. നമുക്ക് വളരെയധികം ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഒരുപാട് നാളുകളായിട്ട് നിരത്തുകളിൽ ഓടുന്ന ഒരു എഞ്ചിനാണ്. ഇത് ഏകദേശം 83 bhp പവറും അതുപോലെ 114 Nm ടോർക്കുമാണ് സമ്മാനിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബേസ് മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഫീച്ചേഴ്സ് കമ്പയർഡ് ടു ഓൾഡ് ഹ്യുണ്ടായി വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവായിട്ട് തോന്നുകയാണ്. അതായത് ഇതിനകത്ത് ഫ്രണ്ട് പവർ വിൻഡോ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിൽ പവർ വിൻഡോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ റിയർ AC വെന്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് എക്സ്ട്രാ കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയിരുന്നു. പക്ഷെ അതിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ബേസ് മോഡലോ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ബാക്കിൽ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാ വാഹനത്തിലും ഉണ്ട്. 6 എയർ ബാഗ് ഉണ്ട്. അതുപോലെ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് ബേസ് മോഡൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 14 ഇഞ്ചസിന്റെ ടയർ ഉണ്ട്. അപ്പൊ സെൻട്രൽ ലോക്ക് കൊടുത്തിരിക്കുന്നത് വളരെ മികച്ച ഒരു തീരുമാനം തന്നെയാണ്. ഇനി ഇതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 ഇഞ്ചസിന്റെ വീൽസ്, അതുപോലെ 2 പാർക്കിംഗ് സെൻസേഴ്സ്, അതുപോലെ ബാക്ക് ബമ്പർ നല്ല ബൾജായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു വലിയ വാഹനത്തിന്റെ ഫീല് തരുന്നു. ബാക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ട്. ORVM മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ സൈഡ് മിറർ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം. അതൊരു വലിയ പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. അതും കൂടെ ഇവർക്ക് ഓട്ടോമാറ്റിക്കലെങ്കിലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ കൊടുക്കാമായിരുന്നു. പക്ഷെ വാഹനത്തിന് റേറ്റ് നോക്കുമ്പോൾ 8,20,000 ഉള്ളൂ. പഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 8,80,000 വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 60,000 വ്യത്യാസം ഏകദേശം വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ സെയില് പൊതുവെ പഞ്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഏകദേശം 5,000-6,000 ഒക്കെ മാക്സിമം മന്ത്ലി സെയിൽസ് മാത്രമേ ഈ കാറിന് വരുന്നുള്ളൂ. അതുപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. AMDയിലേക്ക് നോക്കുമ്പോൾ 8 ഇഞ്ചസിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഇനി ഈ കാറിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു സ്മൂത്ത് എഞ്ചിൻ തന്നെയാണ്. ഞാൻ ഈ ഒരു കാർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു, കുറച്ച് ദൂരം ഓടിച്ചു നോക്കിയിരുന്നു. അപ്പൊ ഞാൻ ടാറ്റയുടെ 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനായിട്ട് എനിക്ക് തോന്നി. അതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ 6 എയർ ബാഗ് ഉണ്ട്, ABS വിത്ത് EBD, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിലുണ്ട്. അപ്പൊ സേഫ്റ്റിയിലും അത്യാവശ്യം മുൻപിൽ തന്നെയുള്ള വാഹനമാണ്. അതുപോലെ തന്നെ സ്മൂത്ത് എഞ്ചിനാണ്. ഈ 2 കാര്യങ്ങളും വളരെ മികച്ചതാണ്. അതുപോലെ നല്ല ഇന്റീരിയർ സ്പേസ് വളരെ മികച്ചതാണ്. ഇത്ര ഹൈറ്റ് ഉള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ഇന്റീരിയർ സ്പേസ് വളരെ മികച്ചതാണ്. പിന്നെ വീതി കുറച്ച് കുറവാണ്. നമുക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലൂടെയും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ്. കാഴ്ചയിൽ വലുതായിട്ട് തോന്നുമെങ്കിലും നമുക്ക് അത്യാവശ്യം ഇട റോഡുകളിലൂടെയും പോക്കറ്റ് റോഡുകളിലൊക്കെ പോകാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ചിട്ട് മൈലേജ് കുറച്ച് കുറവാണ് കിട്ടുന്നത്. അപ്പം സിറ്റിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10 മുതൽ 12 വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. അതുപോലെ ലോങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു 15-16, ഹൈവേയിലൊക്കെ കയറുകയാണെങ്കിൽ ഒരു 18-20 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് റിവ്യൂ ആളുകൾ പറയുന്നത്. നിങ്ങൾക്ക് ഇതിന് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് താഴെ വന്നൊന്ന് കമന്റ് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ. അതുപോലെ ചിലപ്പോൾ നമുക്ക് റിയർ സ്പേസിൽ 3 പേര് ഇരിക്കുമ്പോൾ വീതിയിൽ 3 അഡൽറ്റ് ഇരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും സൈസുള്ള ആളുകളൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു സസ്പെൻഷൻസ് കുറച്ച് ഫേമാണ്.
അപ്പോൾ നമുക്കൊരു ബൗൺസി ഫീൽ തോന്നും ചിലപ്പം ഒരു കട്ട് റോഡിലൂടെയൊക്കെ പോകുമ്പോൾ. സസ്പെൻഷൻ മികച്ചതായിട്ട് തോന്നിയിട്ടില്ല. അത്യാവശ്യം ഈ ഫുള്ളി 5 പേര് ലോഡഡ് ആയിട്ടൊക്കെ പോകുന്ന സമയത്ത്, റഫ് റോഡിലൊക്കെ പോകുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ടർബോ ഓപ്ഷൻ ഇല്ലാത്തതും ഇതിനൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ EV ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ സെയില് വരും എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു എക്സ്റ്റർ വാഹനത്തിന്റെ പോരായ്മകളും മികച്ച കാര്യങ്ങളുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് താഴെ വന്ന് കമന്റ് ചെയ്യാം. ഈ വാഹനം ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു വാഹനത്തെ കുറിച്ച് ഫീൽ ചെയ്തു താഴെ വന്നൊന്ന് കമന്റ് ചെയ്യാം. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.